കാമനു കളിവീടായേ കാഞ്ചനമാല ജനിച്ചേ ഉത്തര ഭാരതവർഷേ ജയപത്തനമെന്നൊരു ദേശേ കാമനു കളിവീടായേ കാഞ്ചനമാല ఎందరో మహానుభావులు ఎందరో మహానుభావులు అంతరికి వందనములు. వందനം എല്ലാവർക്കും. നമ്മുടെ ഭാരതീയ സംഗീത ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കീർത്തനത്തിൻ്റെ പല്ലവിയുടെ ആദ്യത്തെ വരിയാണ് ഞാൻ പാടുന്നത്. കേരളത്തിൻ്റെ ഷഡ്കാല ഗോവിന്ദന്മാരാർ സംഗീത ത്രിമൂർത്തികളുടെ ഒരാളായ ശ്രീ ത്യാഗരാജ സ്വാമികളെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു. അപ്പോൾ ഷഡ്കാല ഗോവിന്ദന്മാരെ കണ്ട സന്തോഷത്തിൽ ത്യാഗരാജ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടൊപ്പം ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം പാടിയ ഒരു പഞ്ചരത്ന കൃതിയുടെ പല്ലവിയാണിപ്പോൾ ഞാനിവിടെ പാടാൻ ശ്രമിച്ചത്. അതെന്തിനാണ് പാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുകുമാരൻ മാഷെ പോലെ ഈ ഭാരതീയ സംഗീതം ലോകത്തിലെ ഏറ്റവും പ്രമാദമായ സംഗീത സമ്പ്രദായമാണ്. ആ സമ്പ്രദായം സ്വായത്തമാക്കിയ ഒരു സംഗീതകാരനെ സ്മരിക്കുമ്പോൾ ഇതുവരെയെങ്കിലും ഒരു കൃതി പാടിയില്ലെങ്കിൽ എല്ലാവരും അർത്ഥമില്ലാന്ന് തോന്നി. അതുകൊണ്ടാണ് എന്ദരോ മഹാനുഭാവുലു അന്തരിക്ക് വന്ദനമുലു എന്ന തെലുഗ് കൃതി കൊണ്ട് തുടങ്ങിയത്. അതിൻ്റെ എല്ലാ വാക്കുകളും നമുക്ക് മനസ്സിലാവും, പക്ഷേ ആ പാട്ടിൻ്റെ ട്യൂൺ കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഇപ്പോൾ എന്തൊരു എന്ന് പറഞ്ഞാൽ എത്രയോ മഹാന്മാരായ ആളുകൾ ഇവിടെ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം, എൻ്റെ വന്ദനം എന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഒരു ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ് സുകുമാരൻ മാഷെന്ന് എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ചില സംഗീത സംഭാഷണങ്ങളിൽ അദ്ദേഹം സംഗീതം സംസാരിക്കുന്നത് ഈ കർണാടക സംഗീതത്തിൻ്റെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും അതിൻ്റെ സമ്പൂർണ്ണതയെക്കുറിച്ചും അതിൻ്റെ സങ്കീർണതയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, നമ്മൾക്ക് സംഗീതം പറയുന്നത് എങ്ങനെയാണ്, സപ്തസ്വരമാണ് നമ്മൾ സംഗീതം പാടുന്നത്. സരിഗമ പദനി, അപ്പോൾ 7 സ്വരം നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് 12 സ്വരങ്ങളാണ്. ഇവിടെ നമ്മൾ നേരത്തെ പാട്ട് പാടി തുടങ്ങിയ സ പ സ ഇങ്ങനെ 3 സ്വരങ്ങൾ പാടി നമ്മുടെ പരിധി തീരുമാനിച്ചിട്ട്, അതായത് ഒരു സാ മുതൽ അടുത്ത സാ വരെയുള്ള ആ റേഞ്ചിൽ അല്ലെങ്കിൽ ആ അഷ്ടകത്തിൽ അല്ലെങ്കിൽ ആ ഒക്ടേവിൽ 7 സ്വരങ്ങൾ. ഉദാഹരണമായിട്ട് ഒന്നിടോ സാറുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സാ മുതൽ അടുത്ത സാ വരെ 7 സ്വരങ്ങളാണ്. സരി ഗ മ പ ധ നി. പിന്നെ അടുത്ത സരിഗമ പദനി മുകളിലേക്കുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ഇതുവരെയുള്ള വിശ്വാസം ഈ 7 സ്വരങ്ങളാണ് നമ്മുടെ സംഗീതത്തിൻ്റെ അടിസ്ഥാനം എന്നാണ്. ഇപ്പോഴുള്ള സാധാരണ മനുഷ്യരുടെ ചെവി ഒരു സാ മുതൽ അടുത്ത സാ വരെയുള്ള സംഗീത ശബ്ദങ്ങളിൽ 12 ശബ്ദങ്ങൾ സ്വീകരിക്കാൻ മാത്രം എന്താ പറയുന്നത് കേപ്പബിളാണ്. 12 സ്വരങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി ആ 12 സ്വരങ്ങൾ ഞാൻ പാടി കേൾപ്പിക്കാം. ചുമ്മാ ശ്രദ്ധിക്കാം. മോളിൽ താഴോട്ട് പാടാം. മോളിലത്തെ സാ നീ 2 നീ വന്നു. സാ നീ ധ 2 നീ 2 ധ. സാ നീ ധ പ. നേരത്തെ ആദ്യം നമ്മളിവിടെ പാടിയ സ പ പായിലെത്തി. അപ്പോൾ അത്രയും പക്ഷെ നമ്മൾ സഞ്ചരിച്ച് വന്നത്
സ 2 നീ 2 ധ പിന്നെ ഒരു പ. ഇനി താഴോട്ടോ പ പ പ പ പ മ മ 2 മ ഗ ഗ രീ രീ സ. ഇങ്ങനെ 12 സ്വരങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതീയ സംഗീതത്തിൻ്റെ ഒരഷ്ടകത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വരങ്ങൾ 12ആണ്. നമ്മൾ സപ്തസ്വരം എന്ന് പറയുന്നത് സ രി ഗ മ പ ധ നി എന്ന് ഉപയോഗിക്കുന്നത് ഈ 12 സ്വരങ്ങളിൽ ചിലതൊക്കെ ഒമിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചിലത് മാത്രം സ്വീകരിച്ച് നമ്മൾ മുകളിലേക്കും താഴേക്കും വരുമ്പോഴാണ് ഇത് സപ്തസ്വരങ്ങളിൽ കൂടിയുള്ള ഒരു അഷ്ടകം അല്ലെങ്കിൽ ഒരു സ്കെയിലായി മാറുന്നത്. ഭാരതീയ സംഗീതത്തിൽ യഥാർത്ഥത്തിൽ ഇതുപോലെ 72 സ്കെയിൽസ് ഉണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ രാഗം എന്ന് പറയുന്നത് ഈ 2 ഗ, ഒരു ഗീയ്, അടുത്ത ഗായിൽ ഒരു ഗ, അടുത്ത മായിൽ ഒരു മ, അടുത്ത സായും പായും 1. അതായത് സ പ ഓരോന്നും, ബാക്കി എല്ലാ സ്വരങ്ങൾ ഈ 2 വെച്ചാണ് നമ്മുടെ ഭാരതീയ സംഗീതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് കുറേ സരിഗമകളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു നമ്മൾ കർണാടക സംഗീതം പഠിച്ചു തുടങ്ങുന്നത് മായാമാളവ് ഗൗഡ രാഗത്തിലാണ്. ഈ മായാമാളവ് ഗൗഡ രാഗം ഈ 12 സ്വരങ്ങൾ കൊണ്ടുവച്ച് ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ രാഗ പദ്ധതിയിലെ രാഗങ്ങളിൽ 15ാമത്തതാണ്. അതായത് നോക്കൂ, ഈ രീ എന്നുള്ള ശബ്ദത്തിൽ നിന്ന് എത്രയോ ദൂരെയാണ് ഈ ഗ പോയി നിൽക്കുന്നത്. സരി രീ നല്ല പാടിയത്, സരി ഗ എന്നല്ല പാടിയത്, സരി ഗരി. ഇത്രയും ദൈർഘ്യമുണ്ട് സ്വരങ്ങൾ തമ്മിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ദൈർഘ്യം ഉള്ള സ്വരങ്ങളും വളരെ അടുത്ത സ്വരങ്ങളും ഒരുമിച്ച് പാടാൻ പറ്റുന്ന ഒരു സംഗീത വിദ്യാർത്ഥിക്ക് മാത്രമേ കർണാടക സംഗീതം അല്ലെങ്കിൽ ഭാരതീയ സംഗീതത്തിൻ്റെ എന്താ പറയുന്നത് സംഗീത ശാഖയല്ല, ഭാരതീയ സംഗീതത്തിൻ്റെ അടിസ്ഥാനമായ കർണാടക സംഗീതം പഠിക്കാൻ അർഹതയുള്ളൂ എന്നാണ്. ഇതേ സമ്പ്രദായം തന്നെ നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അവർ പാടി തുടങ്ങുന്നത് ബിലാവൽ എന്ന് പറയുന്ന രാഗമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശങ്കരാഭരണം. അതിൻ്റെ വിന്യാസം സരി ഗ, രീ ചെറുതല്ല, വലിയ രീയാണ്. സരി ഗ മ പ ധ നി നീ ധ പ മ ഗ രി സ. അപ്പോൾ ഈ സ്വരങ്ങൾ തമ്മിലുള്ള അന്തരം വളരെ വളരെ ഈക്വലാണ്, യൂണിഫോം ആയിട്ടാണത് എന്താ പറയുന്നത് ഇൻട്രവൽസ് വന്നിരിക്കുന്നത്. അത് ഏത് സംഗീത ബോധമുള്ള കുട്ടിക്കും കർണാടക സംഗീതമല്ലാത്ത മറ്റ് ശാഖകൾ പഠിക്കാൻ അർഹതയുണ്ട്. നേരെ മറിച്ച് കർണാടക സംഗീതം പഠിക്കണമെങ്കിൽ ഒരു സ്വരം കഴിഞ്ഞ് തൊട്ടടുത്ത സ്വരം പാടിയാൽ കുറേ ദൂരെ ഒരു സ്വരം പാടാൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് അയാൾക്ക് പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള 72 രാഗങ്ങൾ അല്ലെങ്കിൽ 72 സരിഗമ പദനികൾ ചേർന്നതാണ് നമ്മുടെ ഭാരതീയ സംഗീതം അല്ലെങ്കിൽ കർണാടക സംഗീതം എന്ന് പറയുന്നത്. ഈ 72 രാഗങ്ങൾ നമുക്കിപ്പോൾ പാടാൻ സമയമില്ല, എങ്കിൽ 2-3 ഞാൻ പാടി കേൾപ്പിക്കാം എൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി. ശ്രദ്ധിക്കുക, ഈ രാഗങ്ങളുടെ സ്വരങ്ങളുടെ അടുപ്പം ഞാനിതൊക്കെ പറയുന്നത് ഇതൊക്കെ സുകുമാരൻ മാഷ് ഞാൻ നിങ്ങൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് അത്ര ഒരു ഇതിൻ്റെ സങ്കീർണത മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പാടാലോ എന്ന് വെച്ചിട്ടാണ്. സരി ഗ, തൊട്ടടുത്ത ഗായ നമ്മൾ ആദ്യം പാടിയത് സരി ഗ എന്നായിരുന്നു മായമാളകോളിൽ പാട്ട്. ഇവിടെ അങ്ങനെയല്ല. സരി ഗ മ പ ധ നി സ സ നി സ നി സ നി ചെറുതല്ലേ? അല്ലല്ല, ചെറുതിലും ചെറുത്. അതെ ഇപ്പൊ വായിച്ചത് ആ ദായാണ് വായിക്കണ്ടേ. നിഷാദം 3 ഉണ്ടോ? അതന്നെ. സാനി അല്ലല്ല, സാനി ധ പ അങ്ങനെ പാടാം. സാനി ധ പ മ ഗ രി സ ഒന്നര പാടാം. സരി ഗ വലിയ രീ പിടിക്കുക.
സാരീരി സാരീ. അടുത്തത് വരിരി. അതാണ് ഇത്. ഇത്ര കോംപ്ലിക്കേറ്റ് ആണ് ഒന്നാമത്തെ രാഗം. സാരീരി ഗ സാരീരി, അതാണ് ഗ. സാരി ഗ മ പദ നീ പദ. ചെറുതായിരുന്നു പറയും. രണ്ട് ദാ വായിക്ക. പദ നീ സാ നീ ദ പ മ ഗ രി. സാ ഒന്നുകൂടി പാടാം. സാ നീ ദ പ മ ഗ രി സ. ഈ ഹാർമോണിസ്റ്റ് ഒരു പക്ഷേ ഈ ഗായ ആദ്യമായിട്ടായിരിക്കും വായിക്കുക. അല്ലല്ല, ഏറ്റവും അവസാനത്തെ രാഗം സരി. അടുത്തത് അടുത്ത നോട്ട് അതാണ് സരി ഗ മാതല്ല വല്യമ്മ. സരി ഗ മ പദ നീ സ സാ നീ ധ പ മ ഗ. വലിയ വലിയ അല്ല നാരിയല്ല, വലിയ ഗ ഗ ചെറിയ ഗ, അതാണ് രി. ഒന്നുകൂടെ പാടാം. സരി ഗ മ പദ നീ സാ നീ ധ പ മ ഗ രി സ. ഒന്നാമത്തെ രാഗം ഒന്നുകൂടെ പാടാം. ഇതിപ്പോ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ രാഗം അവസാനത്തെ രാഗം ഒന്നുകൂടെ പാടി കേൾപ്പിക്കാം. ഞാനിത് പറയുന്നത് ഇത്രയും സങ്കീർണമായ ഭാരതീയ സംഗീതം നിഷ്പ്രയാസം മനസ്സിലാക്കിയ ഒരാളാണ് നമ്മുടെ സുകുമാരൻ മാഷ്. അദ്ദേഹം ഇത് സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ ഇത്രയും പാടി കഷ്ടപ്പെട്ട അത്രയൊന്നും പാടേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം വളരെ കൂളായിട്ട് ഇത് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ ഒന്നാമത്തെ രാഗവും അവസാനത്തെ രാഗവും ഒന്നും കൂടെ പാടാം. സരി ഗ മ പദ നീ സ സാ നീ സാ നീ ധ പ മ ഗ രി മ ഗ രി 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 മ രി രി സ മ ഗ രി സ. ഇങ്ങനെ പാടും. അപ്പം ഇങ്ങനെ 12 സ്വരങ്ങൾ കൂടിയ നമ്മുടെ കർണാടക സംഗീത പദ്ധതിയിൽ നമ്മൾ ഈ കർണാടക സംഗീതത്തിലെ 12 സ്വരങ്ങൾ മാത്രമല്ല, ഈ 12 സ്വരങ്ങളുടെ ഇടയ്ക്കുള്ള കുറേ ശബ്ദങ്ങളുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കണക്കിനകത്ത് ഇപ്പോൾ 1 2 3 4 5 6 7 8 9 എന്ന് പറയുന്നു. പക്ഷേ ഈ അക്കങ്ങൾക്കിടയ്ക്ക് വേറെ ഒരുപാട് സംഖ്യകളുണ്ട്. 1 1 1/4 1/2 1/3 ഇതെല്ലാം സംഖ്യകളാണ്. എന്ന് പറഞ്ഞ പോലെ ഭാരതീയ സംഗീതത്തിൻ്റെ ഒരു സാ മുതൽ അടുത്ത രീ വരെ ഈ സായിക്കും രേഖയ്ക്കും അടുത്ത് ഒരുപാട് ശബ്ദങ്ങളുണ്ട്. അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ശബ്ദങ്ങൾ എടുത്തിട്ടാണ് നമ്മളൊരു പാട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം ഒരു പാട്ട്, ഒരു സിനിമാ പാട്ട് നമുക്ക് പാടി നോക്കാം. ശ്യാമ സുന്ദര പുഷ്പമേ. എല്ലാവരും കേട്ടിട്ടുണ്ടോ പാട്ട്? അത് സായ എന്ന് പാടും നമ്മള്. ശ്യാമ സുന്ദര പുഷ്പമേ. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ സംഗീത ഭാഷയിൽ ചിന്തിക്കുകയാണെങ്കിൽ സായി നമ്മൾ ദായിൽ പോയി ശ്യാമ. ഇനി ഭാരതീയ സംഗീതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സായിന്ന് നേരെ ധായിലേക്ക് പോവല്ല ചെയ്യുക. സായിന്ന് ധായിലേക്ക് നമ്മൾ സഞ്ചരിക്കും. ശ്യാമ ഇത്ര സഞ്ചരിച്ചാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ ശ്യാമ നമ്മൾ പാടുന്നില്ല. ശ്യാമ സുന്ദര പുഷ്പമേ എൻ്റെ എൻ്റെ
എൻ്റെ, അവിടെ എല്ലാം വളവാണ്. അപ്പോൾ ആ എയ്ക്കും എൻ്റെക്ക് നമ്മുടെ എയ്ക്ക് പറഞ്ഞ സ്വരവും എൻ്റെ എന്ന് പറഞ്ഞ സ്വരവും രണ്ടാണെങ്കിലും അത് മാത്രമല്ല, അതിനടുക്കോടുള്ള ശബ്ദങ്ങളോട് നമ്മൾ പരിഗണിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു. ഇങ്ങനെ നമ്മൾ ഒരുപാട് സ്വരങ്ങൾ കൂടെ ചേർത്തിട്ടാണ് ഒരു രാഗം അല്ലെങ്കിൽ ഒരു പാട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പം നമ്മൾ ടൈറ്റാനിക്കിലെ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. Every night in my dreams I see you, I feel you. അതായത് അതിനകത്ത് ഒരു വളവുമില്ല. നീസ സ സ നീസ, ഒരു വളവുമില്ല. അല്ലാതെ every night in my dreams നമുക്ക് പാടാനാവില്ല. വെസ്റ്റേൺ മ്യൂസിക് കൃത്യമായിട്ട് സ്വരങ്ങൾ വഴി മാത്രം പോകുന്നൊരു പാട്ടാണ്. നമ്മുടെ സംഗീതം അങ്ങനെയല്ല. നമ്മുടെ സംഗീതം സ്വരങ്ങളുടെ ഇടയ്ക്കുള്ള ശബ്ദങ്ങളും ചേർന്ന് സമ്പൂർണ്ണമായിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയുക, സംഗീത പ്രിസമാണ്. സംഗീതത്തിൻ്റെ ഒരു സംഭവം തന്നെയാണ്. സാ മുതൽ സാ വരെയുള്ള എല്ലാ സംഗീത ശബ്ദങ്ങളും പരിഗണിച്ചാണ് നമ്മുടെ ഒരു പാട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 12 സ്വരങ്ങൾ, ഈ 12 സ്വരങ്ങളെക്കുറിച്ചും അതിൻ്റെ ആധികാരികതയെക്കുറിച്ചും വളരെ കൃത്യമായ അറിവുള്ളവരായിരുന്നു സുകുമാരൻ മാഷ്. ഒരുപാട് മൃദംഗിസ്റ്റുകൾ ഇപ്പം നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ മൃദംഗിസ്റ്റുകളുടെ ശ്രുതി കൃത്യമായി ചേർക്കാൻ അറിയാവുന്നത് വളരെ ചുരുക്കമാണ്. സുകുമാരൻ മാഷ് ശ്രുതി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് തമ്പുരു വേണ്ട. വളരെ ഉഗ്രമായ എന്താ പറയുന്നത് നിറഞ്ഞ ശ്രുതിയിലാണ് സുകുമാരൻ മാഷ് തമ്പുരു ഇടുക. തമ്പുരു ഇട്ട് മാഷ് ഒരു ചാപ്പെന്ന് പറയാം, നീണ്ട ഒരു ക്ലിങ് എന്നുള്ള ശബ്ദത്തിന് ചാപ്പെന്ന് പറയാം. ആ ചാപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശ്രുതിയിൽ തമ്പുരു ഇല്ലാതെ പാട്ട് പാടാൻ പറ്റും. ഇതാണ് നമ്മൾ സ്വരത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പം ഒരു പാട്ട് പാടുമ്പോൾ ശരിക്കും പാട്ടുണ്ടാക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, പാട്ട് കേൾക്കുന്ന ആളെ എങ്ങനെ കേൾക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഉദാഹരണമായിട്ട് സാധാരണ ഉള്ളൊരു കീർത്തനമാണ് കരുണ ചെയ്യുവാൻ എന്ത് താമസം കൃഷ്ണ. ഇത് നമ്മൾ പൊതുവെ കേൾക്കുന്നത് കരുണ, ഒരു അല്പം പോലും കരുണയില്ല ആ പറച്ചിലിനകത്ത്. കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ, ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ എല്ലാവരും പാടുന്നത്. പക്ഷെ മാഷ് പറയുന്നത് അങ്ങനെ നമ്മൾ അക്ഷരം പറയാൻ പാടില്ല. കരുണ 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 കരുണ, അതിന് കരുണ എന്ന് പറയാതെ കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ, ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ കുറേയൊക്കെ കരുണ തോന്നിയേക്കാം. ഇനി അടുത്തൊരു പോയിന്റ്, ഈ കർണാടക സംഗീതത്തിൽ അല്ലെങ്കിൽ ഭാരതീയ സംഗീതത്തിൽ ഈ സംഗീതം പുരോഗമിക്കുന്നത് അല്ലെങ്കിൽ ഒരു പാട്ട് പുരോഗമിക്കുന്നത് 2 ഘടകങ്ങളെ മുൻനിർത്തിയാണ്. ഒന്ന് അതിൻ്റെ ധാതു, ഒന്ന് അതിൻ്റെ മാതു. ധാതു എന്ന് പറയുന്ന അതിൻ്റെ സംഗീത പോർഷനും മാതു എന്ന് പറയുന്ന അതിൻ്റെ സാഹിത്യ പോർഷനുമാണ്. അപ്പോൾ ഈ സംഗീതവും ധാതുവും മാതുവും അന്യോന്യം കോംപ്ലിമെൻ്റ് ചെയ്തെങ്കിലും ഒരു പാട്ട് കൃത്യമായി പുരോഗമിക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഈ കരുണ ചെയ്യുവാൻ താമസം കൃഷ്ണനെ നോക്കൂ. അതായത് കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ, നമ്മൾ ഒരു പ്രാവശ്യം അങ്ങനെ പാടി. അടുത്ത പാടുന്നത് അക്ഷരങ്ങൾക്ക് മാറ്റമില്ല, പക്ഷെ സംഗീതത്തിന് ചെറിയ മാറ്റമുണ്ട്. കരുണ ചെയ്യുവാൻ നമ്മൾ ആദ്യം പാടി, രണ്ടാമത് പാടുമ്പോൾ കരുണ ചെയ്യുവാൻ സംഗീതം കൊണ്ട് കുറച്ച് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ കൂടുതലാക്കി. അടുത്തത് കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ കഴലീണ കൈ നമ്മളിങ്ങനെ കേൾപ്പിക്കാനാണ് ഒരു ഗായകൻ ശ്രമിക്കേണ്ടത്. കേൾക്കുന്ന ആൾക്ക് ഈ പാടുന്ന പാട്ടിൻ്റെ അതിൻ്റെ ഭാവം, അതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഗായകൻ്റെ ലക്ഷ്യം. നമ്മളിപ്പോൾ ഒരു വർണ്ണങ്ങളൊക്കെ നിങ്ങൾ പാടുന്ന കേട്ടിട്ടുണ്ടോ? നമ്മൾ സ്റ്റേജിലൊക്കെ ഒരുപാട് വർണ്ണങ്ങളൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട്, ഉദാഹരണമായിട്ട് സരസീനാഭ എന്നൊരു വർണ്ണം കേട്ടിട്ടുണ്ടോ നിങ്ങൾ?
അത് പൊതുവെ പാടപ്പെടുന്നത് സരസി ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറഞ്ഞത് സരസി സരസിജനാഭ എന്നാണ് നമ്മൾ കേൾക്കേണ്ടത്. സരസി സരസി ഇങ്ങനെ നമ്മൾ കേൾക്കുന്നു. ഇതിനകത്ത് നമുക്കൊരു അക്ഷരം പോലും മനസ്സിലാവില്ല. ഇതാണ് നമ്മൾ ഈ കർണാടക സംഗീതം നമുക്ക് ഇഷ്ടമില്ലാതായി പോകാനുള്ള പ്രധാന കാരണങ്ങളിൽപ്പെട്ട ഒന്ന് ഇതാണ്. നമുക്ക് പാടി കേൾക്കേണ്ട പോലെ നമ്മൾ പാടുന്നില്ല, നമുക്ക് പറ്റുന്നത് നമ്മൾ പാടുകയാണ്. അതായത് പാടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് താളമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സരസീജന എന്നുള്ളത് അത്രയും നീളമുള്ള സംഗതിയിൽ വരുമ്പോൾ ഇതിനിടയ്ക്ക് സരസിഗി അവിടെ 3 അക്ഷരം വന്നു. സരസിഗി അവിടുത്തെ അക്ഷരകാലം മുഴുവൻ നമ്മൾ ശബ്ദമാക്കി മാറ്റി സാഹിത്യം നമ്മൾ വികലമാക്കുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ടും നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റാതായി പോകുന്നത്. ഇങ്ങനെ എല്ലാ പാട്ടും നമ്മൾ ശാസ്ത്രീയ സംഗീതത്തിൽ നമ്മൾ പറയുന്ന കർണാടക സംഗീതത്തിലെ കൃതികൾ പാടുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് വളരെ ആസ്വാദ്യകരമായിട്ട് ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം ഈ കർണ ചെയ്യുവാൻ താമസം നിങ്ങൾ കേട്ടു. ഇപ്പം ഞാൻ ആദ്യം പാടി എന്തരോ മഹാനുഭാവലു, അത് ഒരുപാട് സ്ഥലങ്ങളിൽ പാടിപ്പെടുന്ന ഒരു പഞ്ചരത്ന കൃതിയാണ് എന്തരോ മഹാനുഭാവലു. അത് പലരും പാടുന്നത് എന്തരോ മഹാനുഭാവുലു എന്ന് പാടുന്നത്. ശരിക്കും എന്തരോ മഹാനുഭാവുലു എന്ന് പാടിയാൽ നമുക്ക് മലയാളികൾക്ക് വരെ മനസ്സിലാവും. അത് ഇങ്ങനെ ഒരുപാട് കൃതികളുണ്ട് നമ്മളിങ്ങനെ അർത്ഥം തെറ്റിച്ച് അല്ലെങ്കിൽ അർത്ഥം നമുക്ക് മനസ്സിലാകാത്ത പോലെ പാടുന്നത്. മലയാളത്തിൽ മലയാളമല്ല, നമ്മുടെ സ്വാതിരുന്നാളിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൃതിയായ ദേവദേവ കലയാമി, എല്ലാവരും അത് പറയുന്നത് തന്നെ ദേവദേവ കലയാമിതേ എന്നാണ്. ദേവദേവ കലയാമി തേ ചരണാംബുജ സേവനം എന്നാണ് നമ്മളത് കേൾക്കേണ്ടത്. ദേവദേവ കലയാമി തേ ചരണാംബുജ സേവനം ഇങ്ങനെയായിരുന്നു നമ്മൾ കേൾക്കേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ കേൾക്കുന്നത് ദേവദേവ കലയാമി തേ ചരണാംബുജ സേവനം ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിപ്പം നമ്മുടെ ഒന്നും കുഴപ്പമില്ല, നമ്മൾ കേട്ട് 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 ഇങ്ങനെ പരിശീലിച്ചു പോയി. അപ്പോൾ കർണാടക സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിൽ സംഗീതം പഠിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സാധനമായിട്ട് വല്ലാതെ മാറിപ്പോയി. അത് കർണാടക സംഗീതം എന്താ പറയുക കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വന്നു ചേർന്നിട്ടുള്ളൊരു ഒരവസ്ഥയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് എൻ്റെ ഒരു എന്താ പറയുക ഒരു അനുഭവം എനിക്കുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മൾ സംഗീത കോളേജ് 2ാം വർഷമൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ അറിയാതെ ഒരു ധാരണ വന്നു ചേരുകയാണ് ഈ മറ്റ് സംഗീതങ്ങൾ, അതായത് സിനിമാ സംഗീതം, ലളിതഗാനം ഇതൊക്കെ കേൾക്കുന്ന ഒരു ശാസ്ത്രീയ സംഗീത വിദ്യാർത്ഥിക്ക് ചേർന്നതല്ല. കാരണം അദ്ദേഹം ഈ കർണാടക സംഗീതം പഠിക്കുന്ന ആൾ കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിക്ക് ഉടമസ്ഥനാണ്. അദ്ദേഹം നിൽക്കുന്നതും നോക്കുന്നതിനും എല്ലാം ഒരു മാറ്റം വരേണ്ടതുണ്ട്. കഴിയുമെങ്കിൽ എനിക്കറിയാവുന്ന സാധനം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്ക് അറിയത്തില്ല എന്നൊരു ബോധ്യം എൻ്റെ മുഖത്ത് വരുന്ന പോലെ കുറഞ്ഞ വർഷമെങ്കിലും പെരുമാറാൻ പഠിക്കണം ഒരു കർണാടക സംഗീതം എന്നറിയാതെ നമുക്ക് തരിച്ചു വശായി പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ല മലയാളം പറഞ്ഞിരുന്ന ആളുകൾ ഈ കുറച്ച് കർണാടക സംഗീതം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ര എന്നുള്ള അക്ഷരം ഇല്ലാണ്ടായി പോകും. അത് റാമൻ, അതുപോലെ ന എന്നുള്ള അക്ഷരം അല്ല, എന്നുള്ള അക്ഷരം മാറി ന മാത്രമാണ് രാമനാഥൻ എന്ന് പറയാനായിട്ട് വയ്യാണ്ടായി പോവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില എന്താ പറയുന്നത് പരിസര പ്രശ്നങ്ങളൊക്കെ ഈ കർണാടക സംഗീതം പഠിക്കുന്ന ആളുകൾക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ കർണാടക സംഗീതത്തിൻ്റെ എല്ലാ ഗ്രാമറുകളും എന്താ പറയുന്നത് വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടും നമ്മുടെ സുകുമാരൻ മാഷക്ക് ഒരു കർണാടക സംഗീതജ്ഞൻ്റെ ഭാവമോ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടമോ ഒന്നും ഉണ്ടായില്ല. നിലത്ത് കാല് ചവിട്ടിയുന്ന എക്കാലവും ഒരു സാധാരണ മനുഷ്യനെ പോലെ കർണാടക സംഗീതത്തെക്കുറിച്ച് വളരെ പാണ്ഡിത്യത്തോടെ വളരെ അവഗാഹത്തോടെ നമ്മൾ സംസാരിച്ച ഒരു എന്താ പറയുക ഒരു മഹാത്മാവാണ് സുകുമാരൻ മാഷെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ മൃദംഗം വായിക്കുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടൊക്കെ ഒരു പാട്ടുകാരൻ പാടുമ്പോൾ അയാളെ ശല്യപ്പെടുത്താതെ അയാളെ ഏറ്റവും നന്നായി അയാളുടെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന പോലെ മൃദംഗം വായിക്കണം എന്നാണ് സുകുമാരൻ മാഷ് പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞധികം ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പം വാതാപി ഗണപതിയും ഭജേഹം എന്നൊരു കൃതിയാണ് വിചാരിക്കുക. അതിപ്പം നമ്മൾ വാതാപി ഗണപതിം ഭജേ അതിന് മൃദംഗം വായിക്കുകയാണെങ്കിൽ ഇപ്പോൾ വാതാപി ഗണപതിം ഭജേ അത് മൃദംഗം വായിക്കുകയാണെങ്കിൽ നമുക്ക് താം തത്തി
ഇങ്ങനെ കേട്ടാൽ നമുക്കൊരു സുഖമുണ്ട്. അതിന് പറയുമ്പോൾ ആ മൃദംഗേഷിന് ഈ ചൊല്ലുകളൊക്കെ വന്നിട്ട് അറിയാം. അദ്ദേഹം ഈ സമയത്ത് അത് നമുക്ക് വാതാൽ പാടാൻ പറ്റുമോ? കൃത്യം അയാൾ വായിച്ച് ശരിയാണ്. അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഒരു താളത്തിൽ ഇന്നതിനൊക്കെ വായിക്കണമെന്നേ ഉള്ളൂ. ഇത്ര 32 അക്ഷരം വായിക്കണമെന്ന് അദ്ദേഹത്തിനുള്ളൂ. പക്ഷെ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ പാടുന്ന ആളുടെ കാര്യം പോക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ സുകുമാരൻ മാഷ് പറയും, ഒരു മൃദംഗവാദകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു പക്കവാദ്യക്കാരൻ മാത്രമാണ്. അയാൾ എന്ത് ചെയ്യണം? പ്രധാനമായിട്ട് പാടുന്ന അയാൾക്ക് എങ്ങനെ നന്നായി ഒരു പാട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമോ അതുപോലെ വായിച്ചു കൊടുക്കണം. അതായിരുന്നു സുകുമാരൻ മാഷിൻ്റെ മൃദംഗ വായനയുടെ അടിസ്ഥാനം. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം പ്രാക്ടീസിൻ്റെ വളരെ കുറവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം വേറെ ഒരുപാട് കാര്യങ്ങൾ ഇടപെട്ടിരുന്ന ആളായിരുന്നു സുകുമാരൻ മാഷ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറച്ച് ഈ സംഗീതത്തിൻ്റെ ബ്യൂട്ടി ആയിരുന്നു. ഈ പ്രകൃതിയുടെ സമുദ്രം പോലെ എല്ലാ കലകളും സംഗീതത്തിലേക്കെന്ന് പറഞ്ഞല്ലേ, സുകുമാര കലകളെല്ലാം സംഗീതത്തിലേക്കെന്നാണ് പറയുന്നത്. ഇപ്പോൾ സുകുമാരൻ മാഷ് അദ്ദേഹത്തിൻ്റെ മറ്റ് കലകൾ സംഗീതത്തിലേക്ക് എത്തിച്ചിരുന്നു എന്ന് വേണം എനിക്കങ്ങനെ തോന്നിയിരിക്കുന്നു. ഇത്രയും കൊണ്ടൊക്കെ ഞാൻ സംഗീതത്തിൻ്റെ നിർത്തുകയാണ്. ഒന്നുകൊണ്ട് കുഞ്ഞു ഉദാഹരണങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. സുകുമാരൻ മാഷ് പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, നമുക്ക് ഈ അക്ഷരങ്ങളില്ലാതെ നമുക്ക് സംഗീതത്തിൻ്റെ ബ്യൂട്ടി ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഉദാഹരണമായിട്ട് വെച്ച് മസൂദി ഇടാം. ഞാൻ വെറുതെ കുറച്ച് സ്വരങ്ങൾ പാടുകയാണ്. അപ്പം അതിൽ നിന്നൊരു എന്താ പറയുക, അതിൻ്റെ ഒരു സംഗീതം ഉണ്ടാകുന്നത് നിഷ്പ്രയാസം പറ്റും. മാഷിപ്പോൾ ആ നാടകത്തിനകത്ത് ചെയ്ത ചില സാധനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഇത് സ്വരങ്ങൾ മാത്രമാണ്. ഇതെല്ലാം സ്വരങ്ങളാണ്. ധനി സരി സനി രി സനി സ പരി രി ഗമ ഗമ രി ഗരി സ പതിവൃതയാം ഭാര്യയെ പട്ടിണിക്കിടുന്ന, നമുക്ക് അറിയാതെ ആ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്ന തോന്നിപ്പോകും. അതുപോലെ ഒരു രാഗത്തിലുണ്ടാകുന്ന കുറേയധികം ഗാനങ്ങൾ എല്ലാം സെയിം രാഗമാണ്, പക്ഷേ അതിൻ്റെ എല്ലാം എന്താ പറയുന്നത്, അതിൻ്റെ ബോഡിക്ക് വ്യത്യാസമുണ്ട്. ഉദാഹരണമായിട്ട് സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം, ഇതൊരു രാഗമാണ്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ, അതേ രാഗമാണ്, പക്ഷെ വേറൊരു പാട്ടാണ്. യദുകുലരതിദേവനെവിടെ, അതും വേറൊരു രാഗമാണ്. സോറി, അതും സെയിം രാഗമാണ്, പക്ഷെ വേറൊരു പാട്ടാണ്. തുമ്പിവാ തുമ്പക്കുട, അതും ഇതേ രാഗമാണ്. നമുക്ക് ഒരു രാഗത്തിൽ നിന്ന് എത്രയോ പാട്ടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും സംഗീത സ്വരങ്ങൾ കൊണ്ടാണ്, അക്ഷരങ്ങളില്ലാതെ തന്നെ വലിയ വലിയ സംഗീതങ്ങൾ ഉണ്ടാക്കാം. ഇത്രയൊക്കെയാണ് നിങ്ങൾ തമ്മിൽ ആകെ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു എന്താ പറയുന്നൊരു ഇൻട്രൊഡക്ഷൻ. എനിക്കൊന്ന് ഇന്നത്തേക്ക് നമുക്ക് ഇത്രയൊക്കെ നിർത്താമെന്ന് തോന്നുന്നു. കാരണം വളരെ വിശദമായിട്ട് നമുക്ക് ഓരോരോ സബ്ജക്റ്റ് എടുത്ത് ധാരാളം സംസാരിക്കേണ്ടതുണ്ട്. ഓരോ അദ്ദേഹത്തിൻ്റെ സംഗീത കാഴ്ചപ്പാടിൽ ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ച്, വെസ്റ്റേൺ മ്യൂസിക്കിനെ കുറിച്ച്, നാടൻ പാട്ടുകളെ കുറിച്ചൊക്കെ മാഷ് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ പറഞ്ഞതൊരു ആമുഖമായിട്ട് മാത്രം ദയവായിട്ട് നിങ്ങൾ കാണുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒന്നും കൂടി എന്തൊരു മഹാനുഭാവൽ പാടി നിർത്താം. ఎందరో మహానుభావులు అంతరికి వందనములు, ఎందరో మహానుభావులు అంతరికి వందనములు, ఎందరో మహానుభావులు.